മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് മുഖങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ്. കാരണം സിസ്റ്റത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് വിജയിക്കാനായിട്ട് നമുക്ക് പറ്റാ. ഇപ്പൊ അനുമേഡത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ അല്ലെ, നല്ലൊരു കോർഡിനേഷൻ ആയിരുന്നു, MC ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതില് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അല്ലെ, റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അതായത് റെസ്പോൺസിബിലിറ്റി സ്വീകരിക്കുന്ന ഒരു നിമിഷം തൊട്ടാണ് നമ്മൾ വിജയത്തിലേക്ക് ഉള്ള യാത്ര ആരംഭിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ സന്തോഷമാണ് ഈ ഒരു സെഷൻ എൻ്റെ ലീഡർ റെയ്ഹാന മാഡം ഇന്നലെ എന്നോട് പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഇന്നലെ റെയ്ഹാന മാഡം പറഞ്ഞ നാളെ ഫിജി വിങ്സിന്റെ 7am കയറണം എന്ന് പറയുന്ന സമയത്ത്, കാരണം ആരായാലും ചോദിക്കില്ല, നോമ്പല്ലേ, നോമ്പിന്റെ ഒരു ടൈമില് ചിലപ്പോ കയറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒരു 2.5-3 വർഷം മുമ്പുള്ള എൻ്റെ ഒരു കാലാർന്ന് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ സിസ്റ്റർ വഴിയാണ്. ഒരു നോമ്പോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. നോമ്പിന്റെ ഒരു തുടക്കം അത് കഴിഞ്ഞ് നോമ്പ് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് എന്നോട് എൻ്റെ ലീഡർ ഷഹന മാഡം പറയുന്നത്, നിനക്ക് നാളെ 7am കയറാൻ പറ്റുമോ? ഒന്നറിയില്ല കേട്ടോ, എനിക്ക് 7am എന്താണെന്നാ ഒന്നറിയില്ല. MC ചെയ്യാനാണ് എന്നെ ക്ഷണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും അറിയൂല. അപ്പൊ എന്നോട് പറഞ്ഞു ഇതൊന്നുമില്ല, വളരെ സിമ്പിളാണ്, ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ആ ഒരു സമയം ഞാൻ ഓർത്തു പോകുന്നു. കാരണം അന്ന് നമ്മളാ ഒരു ഉത്തരവാദിത്തം അല്ല, റെസ്പോൺസിബിലിറ്റി, നമ്മളെ ലീഡർ നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസത്തിന്റെ ഫലമായിട്ട് എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു ഉറച്ചൊരു വിശ്വാസത്തിന്റെ ഫലമായിട്ട് എന്നെ ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തം ഭംഗിയായി ഏറ്റെടുത്ത് അന്ന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നോമ്പാണ്, കയറാൻ പറ്റൂല, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യുമെന്ന് നിനക്ക് എത്ര ഉറപ്പുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അതേ സംഭവം തന്നെയാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബിസിനസ്സിനെ കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ മാറൂല, പക്ഷെ എനിക്ക് ജീവിതത്തിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നതൊക്കെ മാർച്ചില, ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മാസത്തിലാണല്ലേ. മാർച്ച് ഫെബ്രുവരി മാസത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മള് ജനുവരിയിൽ അല്ലെ, ഒരു പുതുവർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജനുവരിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. എടുത്ത തീരുമാനങ്ങളൊക്കെ തിരുത്തുന്നതും വെട്ടുന്നതൊക്കെ ഏത് മാസത്തിലാണ്? ഈ മാസങ്ങളിലാണ് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരം, ഫിജി കാർട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് വലിയ വലിയ രീതിയിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബിസിനസ് എന്നെ ആഡ് ചെയ്യുന്ന കാര്യം എന്നോട് പറയുന്നത്, തൃശ്ശൂര് ചിറ്റിശ്ശേരിയിലുള്ള ഓഫീസിലേക്ക് വെയർ ഹൗസിലേക്ക് പോകുന്ന സമയത്താണ് ഷഹന മാഡം എന്നോട് പറയണേ, ഞാൻ നിനക്ക് ഫിജി കാർട്ടിന്റെ ID തരാം. ആദ്യമൊന്നും എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ എൻ്റെ പൈൻഡപ്പ് സെഷനിലൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പൊ എന്നെ ഓട്ടം വിളിച്ചിട്ടാണ് പോണത്. ഓട്ടം വിളിക്കുമ്പോ എന്താണ്, അവർ പറയുന്നതൊക്കെ നമുക്ക് കേട്ടേ പറ്റുള്ളൂ അല്ലെ. ഞാനിപ്പോ പുതുതായിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, അവരോടായിട്ട് ഞാൻ പറയാം, നിലവില് ഒരു 3-3.5 വർഷമായി ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതിനു മുമ്പ് പ്രവാസിയായിരുന്നു. അതുപോലെ നമ്മളെ പോലീസിന്റെ ഫിസിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സിനിമ 2-3 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കലാഭവൻ ഒരു അവാർഡ് പടം, അതുപോലെ നമ്മളെ ഷാൻ ടോം ചാക്കോടൊക്കെ ഒപ്പം ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാലേ, ഒരു സാധാരണക്കാരന് ഒരു അഭിനയത്തിന്റെ പിന്നാലെ പോകുന്ന സമയത്തൊക്കെ നമുക്കറിയാൻ പറ്റും, കുടുംബവും മക്കളും ഭാര്യയൊക്കെ ആകുന്ന ഒരു വ്യക്തി, ഒരു സാധാരണ ഒരു ഓട്ടോ ഡ്രൈവർക്ക് അതിന്റെ പിന്നാലെ ഒന്നും പോവാനായിട്ട് എന്ത് ചെയ്യൂല, പറ്റൂല. എന്തായിരിക്കും സംഭവിക്കുക? കുടുംബം പട്ടിണിയാ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഒതുക്കി സാധാരണ ഓട്ടോ ഓടിച്ചുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത്, മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നത്. ആ സമയത്തൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സിസ്റ്ററിലെ മാറ്റങ്ങൾ അല്ലെ, സാധാരണ ഒരു വീട്ടമ്മ അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് അവരുടെ മക്കളെ നോക്കിക്കൊണ്ട് ഒരു സെയിൽസ് മാനേജർ റാങ്കിലൊക്കെ എത്തുന്നു. മാസം ഒരു 10-27,000 രൂപ
വാങ്ങാനായിട്ട് അവർക്ക് പറ്റണ. നമ്മൾ രാത്രിയും പകലും വണ്ടി ഓടിച്ചിട്ട് പോലും കിട്ടാത്തൊരു വരുമാനം അവർക്ക് അവരെ വീട്ടിലിരുന്നുകൊണ്ട് അവരെ മക്കളെ നോക്കിക്കൊണ്ട് കിട്ടുന്നത് കണ്ടപ്പോ ശരിക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാര് അല്ലെങ്കിൽ ഡ്രൈവർമാര് എന്ന് പറയുന്നത് ഇങ്ങനെ പറന്ന് നടക്കണല്ലേ. ഇവിടെ വേണമെങ്കിൽ അവർക്ക് പോവാം. ഇപ്പൊ തൃശ്ശൂർ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പ്ലാൻ കൊടുക്കുക, കൊടുങ്ങല്ലൂർ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരുള്ളവർക്ക് പ്ലാൻ കൊടുക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ നഷ്ടവും ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ രക്ഷപ്പെടാനായിട്ട് പറ്റും എന്നൊക്കെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് വേറെ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. അന്ന് അരി മേടിച്ച് ഹാൻഡ് വാഷും ഡിറ്റർജന്റ്, ഷാംപൂ അതുപോലുള്ള സാധനങ്ങളാണ് മേടിച്ചത്. അപ്പൊ ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ ഒരുമിച്ച് മേടിച്ച് 100 സെയിൽസ് വോളിയത്തിലാണ് ജോയിൻ ചെയ്യുന്നത്. 100 സെയിൽസ് വോളിയത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് എടുക്കും. കാരണം ഉള്ള സ്വർണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ നമ്മളെ ശ്രമം എന്തായിരിക്കും, കുറച്ച് പേരെ ജോയിൻ ചെയ്യിപ്പിച്ച് ഈ ബിസിനസ് പറഞ്ഞു കൊടുത്ത് നമ്മളാ ഒരു പൈസ നമുക്ക് വാങ്ങിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് മാറണം അല്ലെ. നേരെ മറിച്ച് നമ്മൾ 2000-നും 5000-നും 6000-നും ഒക്കെയാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണമെങ്കിലോ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യൂല, നമുക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടം അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു തോന്നലില് നമ്മൾ അവിടെ ഒരു ബിസിനസ് അവിടെ ഇടും. ഒരു 2 ആളോട് പ്ലാൻ കൊടുത്ത് അവരാരും കാണുന്നില്ല അല്ലെങ്കിൽ കേൾക്കണില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ബിസിനസ്സിനെ വേണ്ടാന്ന് വെക്കൂല. കാരണം എന്താ, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല എന്നുള്ള ആ ഒരു തോട്ട് നമ്മളിലുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്ന് എന്റെ വൈഫിനെ ആഡാക്കി, ഉമ്മാനെ ആഡാക്കി. അപ്പൊ തന്നെ ട്രൈപോഡ് ഐഡി ആയി. നമുക്ക് ഡയറക്റ്റ് 2 ഐഡികൾ അടിച്ച് ഇന്ന് ഓരോ ഐ ഡി സെയിൽസ് മാനേജരും സെയിൽസ് ടീം മാനേജരും അതുപോലെ വീട്ടിലെ ആളുകളൊക്കെ ഐഡികൾ അടിച്ചുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വളരെ സന്തോഷമാണ്. കാരണം ഒരു 3-3.5 വർഷം കൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ കമ്പനിയുടെ 6ാമത്തെ റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റിയത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തി എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാലേ, ഇപ്പൊ ഒരു DSM എന്ന് പറയുന്ന റാങ്കിലെത്തി. അവിടെ നിന്ന് ഒരു 2 ആഴ്ച ആവുമ്പോഴേക്കും എന്റെ ക്രൈറ്റീരിയ, അതായത് നമുക്കറിയാം നമ്മൾ ഈ ഒരു ട്രേഡർ ഫണ്ടിനായാലും ഒരു ചെറിയ ക്രൈറ്റീരിയകളുണ്ട്. അതൊക്കെ വളരെ എളുപ്പമാണ്. എല്ലാത്തിനും ചെറിയ ചെറിയ ക്രൈറ്റീരിയകൾ ഉണ്ടെങ്കിലും എല്ലാം നമ്മളൊരു ഒഴുക്കിനൊപ്പം പോവാൻ തയ്യാറാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഒരു അവസരത്തില് എന്നോട് പറയുന്ന സമയത്തായാലും ആത്മാർത്ഥമായിട്ട് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ 6ാമത്തെ റാങ്കിൽ ഇരുന്നുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തൊക്കെ പ്രോഗ്രാമുകളിൽ കയറാനൊക്കെ നമ്മൾ അപ്ലൈൻ ലീഡർമാർ പറയുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്യും. ഒരു ചെറിയ ഒരു ഫോണൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ ഫോണില് പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് ആഡ് ആക്കിയിട്ടുള്ള മെയിൻ ഗ്രൂപ്പുകൾ, വൈബ്രന്റ് അതുപോലെ ഡ്രീം ചേഴ്സേഴ്സ് പോലുള്ള ഗ്രൂപ്പുകളിൽ ഞാൻ ഇതിനൊന്നും ലെഫ്റ്റ് പോയില്ല. ഞാൻ അതൊക്കെ അതിൽ വരുന്ന സർട്ടിഫിക്കറ്റുകൾ, അതിലെ ആളുകളെ വോയിസ് ഒക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് 7 AM കേട്ടു തുടങ്ങി. കുറച്ച് ദിവസം 7 AM കേട്ട സമയത്ത് 7 AM ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇഷ്ടപ്പെട്ട സമയത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡർമാര് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന സമയത്ത് ഒരു NSM ലീഡർ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ, വിവാഹം കഴിഞ്ഞ് ആദ്യത്തോണം വരുന്നു, കല്യാണിയിൽ പോയിട്ട് അവർ പർച്ചേസ് ചെയ്യണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ, ആള് ഒരു 10ാം ക്ലാസ് ഇല്ലാതെ എന്തോ നമ്മളെ ഇന്റർനെറ്റ് കഫൊക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ഒരുപാട് പൈസ അല്ലെ, ഒരു NSM ലീഡർ എന്ന് പറയുന്നത് എന്തായാലും 1 കോടി രൂപക്ക് അടുത്ത് മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആള് ഇതിലൂടെ വരുമാനം മേടിക്കുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, ഇവരാദ്യം വന്നത് കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് അവസാനമല്ല വന്നിട്ടുള്ളത്. അതായത് എല്ലാ ട്രെൻഡും കഴിഞ്ഞ്, കൊറോണയും കഴിഞ്ഞ്, എന്തിനു പറയാ, ഒന്നില്ല. യൂട്യൂബ് നോക്കിയാൽ വെറും നെഗറ്റീവ് മാത്രം. ആരെങ്കിലും ഒരാൾക്ക് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാല് അവരപ്പ യൂട്യൂബ് അടിച്ചു നോക്കുമ്പോ ഫിജി കാട്ട് ചതിയോ, ഫിജി കാട്ടില് വഞ്ചിക്കപ്പെട്ടവര് നിരവധി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം. അപ്പൊ ആ ഒരു ടൈമാണ്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് വന്നൊരു വ്യക്തിന്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയണത്, ഇവിടെ ഒരാള് ശരിയായ ഒരു അവസരത്തിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ബിസിനസ്
നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവർക്കും വിജയിക്കാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരോ എൻ്റെ ബന്ധക്കാരോ അവരാരും എന്നോടൊപ്പം വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രല്ല കളിയാക്കലുകള് അറിയാലോ, ഒരു ഓട്ടോ ഡ്രൈവറിന് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. ഓട്ടോ സ്റ്റാൻഡിലും നമ്മളെ പോലുള്ള പിള്ളേരുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെ കളിയാക്കണത് ബോച്ച വരുന്നു, ബോച്ചയുടെ മെയിൻ ആളാവും, വലം കൈയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളിയാക്കലുകള്, നമുക്ക് കൈ തരുന്നേ, ഷെയ്ക്കൻ തരുന്നേ, വലിയ ആളെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നമുക്ക് കല്യാണങ്ങൾക്ക് പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴും നമ്മളെ കളിയാക്കുന്ന രീതിയിലൊക്കെ നമുക്ക് മാറാനായിട്ട് പറ്റി. അല്ലെങ്കിൽ നമുക്ക് അവരെ മുന്നിൽ സംസാരിക്കുമ്പോ ഒക്കെ അപ്പൊ അവരൊക്കെ അവരുടേതായ ഒരു എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ഇവരൊക്കെ നമ്മളെ കളിയാക്കുമ്പോഴും ഇവരെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവര് അവിടെ ആള് ചേർന്നിട്ടുണ്ട്, അവരങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇവർക്ക് ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ സാധ്യതകള് അറിയാത്ത ആളുകളാണ് അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ വീട്ടിലോ എൻ്റെ കൂട്ടുകാർക്കിടയിലോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്കറിയാലേ, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ഒക്കെ തുടക്കങ്ങളൊക്കെ അറിയാലേ. 2011-12 കാലഘട്ടത്തില് നമുക്ക് ഇവിടെ ഗവൺമെന്റ് മണി ചെയിൻ പോലുള്ള കാര്യങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വന്ന് ഒരുപാട് ആളുകളെ പണം നഷ്ടപ്പെട്ട സമയത്ത്, ഒരുപാട് ആളുകളെ പണം നഷ്ടപ്പെട്ടപ്പോ ഇവിടെ ബാൻ ചെയ്തില്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. പിന്നെ 2016 കാലഘട്ടത്തിൽ അല്ലെ, മോഡി ഗവൺമെന്റ് പല വികസിത രാജ്യത്തും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ള തരംഗത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയപ്പോ എന്തുവന്ന് ഇവിടെ ഒരു നിയമം കൊണ്ടുവരുന്നേ. അതിനെ നമ്മളെ ഗവൺമെന്റ് 2018 ആഗസ്റ്റ് 8 അല്ലെ ഒരു ഗൈഡ് ലൈൻ അല്ലെ, ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്ന് ഇവിടെ ഒരു നിയമമാക്കിയെടുത്ത് വളരെ ഭംഗിയായിട്ട് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോവാണ്. നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരാള് നമ്മളാണ് അല്ലെ. നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളും അവര് പറയുന്ന കാര്യം എന്താണ്, ഏതോ കാലത്ത് ഏതോ ആൾക്കാർ ചെയ്ത കാര്യങ്ങളും ഏതോ ബുദ്ധിമുട്ടുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അവര് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു അവസരം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമ്മൾ ആദ്യം ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ നമ്മൾക്കുള്ള അവസരമായിട്ട് നിങ്ങൾ കാണാം. 2025, 26, 27, 2030, 31 കാലഘട്ടത്തില് ശരിക്കും ഒരു 65,000 കോടിയുടെ ഈ പറഞ്ഞ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ മാറുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു കമ്പനി, അതായത് ഫിജിക്കാർട്ടിലൂടെ ഒരു ചെറിയ ഒരു ശതമാനം നമ്മളെ ടീം വഴി ബിസിനസ് നടന്നാൽ പോലും വലിയ രീതിയിൽ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് അവസരമാണ് നമ്മളെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്റെ കൂട്ടുകാരന്മാരെന്നെ കളിയാക്കുന്ന സമയത്തും എന്റെ കൂട്ടുകാരന്മാർ ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അവരിത് പറയുന്നത്. അല്ലെങ്കിൽ അവർ പറയൂലല്ല. കാരണം കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ തയ്യാറായവരാണ് ഇന്ന് മാറ്റം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ബോബി ചെമ്മന്നൂർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അല്ലെ, ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള, സ്റ്റെബിലിറ്റി ഉള്ള, ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിരുന്നു. ബോബി ചെമ്മന്നൂരിനെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ ബിസിനസ്സിനെ ആള് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ. ഇപ്പൊ ഇതിലിപ്പോ ജോയിൻ ചെയ്ത് അവരൊരു എന്താണ് പറയാ, കമ്പനിയിൽ നിന്ന് 1 കോടി രൂപയുടെ വില്ല ഫണ്ട് മേടിച്ച് അവർ അത്യാവശ്യം ഒരു 5 കോടി രൂപക്ക് മുകളിൽ വാങ്ങിയ സമയത്ത് അവർക്ക് തോന്നണേ, ഇനിയൊരു പുതിയൊരു കമ്പനി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം, എനിക്ക് അതിലൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇപ്പൊ നമ്മളും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഞാനിവിടെ ശീശോർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ കൊച്ചാപ്പ് വഴി എനിക്കൊരു ഓട്ടോറിക്ഷ മേടിച്ചന്ന് ഞാനത് കാലങ്ങളോളം ആ ഓട്ടോറിക്ഷ ഞാൻ ഓടിച്ച്, ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു 200 രൂപ വെച്ച് ഞാൻ കൊടുക്കണം. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, ഞാൻ 200 രൂപ വെച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും ഓടിയാലും അദ്ദേഹത്തിന് ഈ കാശ് ലാഭമാണ്. അത് വിൽക്കുന്ന സമയത്ത് ആയ വണ്ടിയുടെ കാശ് മൊത്തം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും, ചെറിയൊരു പൈസ കുറവ്. അപ്പൊ ഇത്രയും കാശ് ഓടിയത്
അവർക്ക് ലാഭമായിട്ട് കാണുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആക്കി എനിക്ക് കിട്ടാവുന്നതിൽ ഓട്ടങ്ങളൊക്കെ കിട്ടി തുടങ്ങിയ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ഒരു വണ്ടി എടുത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിനുള്ള ഒരു കഴിവ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാല് അവര് സ്വന്തമായിട്ട്, അതായത് ഇപ്പൊ കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടാനായിട്ട് അവര് അടുത്ത അവസരം നോക്കൂലേ, അത് സ്വാഭാവികമാണ്. അതിലിപ്പോ നമ്മള് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും